പ്രിയ സുഹൃത്തുക്കളെ, ബുദ്ധിപരമായും തന്ത്രപരമായും കാര്യങ്ങൾ ചെയ്യുന്നവരെ നാം ചാണക്യനാണ് എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് ചാണക്യൻ? എന്തിനാണ് ചാണക്യതന്ത്രങ്ങൾ എന്ന് പറയുന്നത്? പുരാതന ഭാരതത്തിലെ രാഷ്ട്രതന്ത്രജ്ഞനും ചിന്തകനും രാഷ്ട്രീയ മീമാംസയുടെ ആചാര്യനുമായിരുന്നു ചാണക്യൻ അഥവാ കൗടില്യൻ. വിഷ്ണുഗുപ്തൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടു. മൗര്യ സാമ്രാജ്യ ചക്രവർത്തിയായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയും ഉപദേഷ്ടാവുമായിരുന്നു ചാണക്യൻ. കൗടില്യൻ്റെ കൂർമ്മബുദ്ധിയും ജ്ഞാനവും മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്വാധീനം ഉറപ്പിക്കാൻ കാരണമാണ്. അദ്ദേഹം അനേകം കൃതികൾ രചിച്ചിട്ടുണ്ട്. ചാണക്യനീതി, അർത്ഥശാസ്ത്രം, ചാണക്യസൂത്രം എന്നിവയാണത്. മഗധയിലായിരുന്നു ജനനം. BC 350-നും 283-നും ഇടയിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു ചാണക്യൻ. കുടല എന്ന വംശത്തിൽ പിറന്നതിനാൽ കൗടില്യൻ എന്ന് അറിയപ്പെട്ടു. ചണകദേശവാസി ആയതിനാൽ ചാണക്യൻ എന്നും അറിയപ്പെട്ടു. മനുഷ്യധർമ്മത്തെക്കുറിച്ച് ചാണക്യനീതിയിൽ അദ്ദേഹം പറയുന്നു: ത്യജദുർജന സംസർഗം, ഭജ സാധു സമാഗമം, ഗുരുപുണ്യമഹോരാത്രം, സ്മരനിത്യ മനിതൃത. ഗുരു ചാണക്യൻ പറയുന്നു, ദുഷ്ടന്മാരുടെ സംസർഗം ഉപേക്ഷിക്കുക, സജ്ജനങ്ങളുടെ സംസർഗം ഉണ്ടാക്കുക, രാത്രിയും പകലും നല്ല പ്രവൃത്തി ചെയ്യുക, അതുപോലെ ഈശ്വരനെ സ്മരിക്കുക. ഇതുതന്നെയാണ് മനുഷ്യൻ്റെ ധർമ്മം. ആശയം ഇതാണ്: എല്ലായ്പ്പോഴും നല്ല ആൾക്കാരുമായി സഹവാസം ഉണ്ടാക്കുകയും ദുർജനങ്ങളുടെ സഹവാസം ഉപേക്ഷിക്കുകയും വേണം. സജ്ജനങ്ങളുടെ ഭാവന പോലും പ്രയോജനപ്രദമാണ്. വിദ്യ ധനത്തേക്കാൾ വലിയ സ്വത്താണെന്ന് അദ്ദേഹം പറയുന്നു. ധനഹീനോ നാച ഹീനച്ഛധനികസ സുനിശ്ചയ വിദ്യ രത്നേനഹീനോ യ സഹഹീന സർവവസ്തുഷു. ഗുരു ചാണക്യൻ ഇവിടെ വിദ്യയെ ധനത്തിനേക്കാൾ വലിയ സ്വത്താണെന്ന് പ്രതിപാദിച്ചുകൊണ്ട് പറയുന്നു. ധനമില്ലാത്ത വ്യക്തിയെ അധമനെന്ന് പറയാവുന്നതല്ല. അയാളെ ധനികനായി തന്നെ കരുതണം. വിദ്യ ഇല്ലാത്തവനാണെങ്കിൽ അയാളെ വാസ്തവത്തിൽ അധമനാണ്. അർത്ഥം ഇതാണ്: പണ്ഡിതനായ ആൾ നിർധനായ ശ്രേഷ്ഠനായി തന്നെ കരുതുന്നു. വിദ്യയില്ലാത്ത മനുഷ്യൻ എല്ലാ ഗുണങ്ങളിലും അധമനായി പറയപ്പെടുന്നു. ആരെങ്കിലും ധനികനല്ല തിരിക്കട്ടെ, വിദ്യയുടെ ഗുണം കൊണ്ടോ സാമർഥ്യം കൊണ്ടോ അയാൾക്ക് ധനസമ്പാദ്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് വ്യക്തി അയാൾക്ക് തൻ്റെ ജീവിതം ആവശ്യാനുസരണം കൊണ്ടു നടത്താൻ കഴിയുന്ന വിദ്യ സമ്പാദിക്കുകയും ധനം സമ്പാദിക്കാൻ പറ്റിയ ഏതെങ്കിലും കല അഭ്യസിക്കുകയും വേണം. ചാണക്യസൂത്രത്തിൽ അദ്ദേഹം 570ഓളം ഉപദേശങ്ങൾ നൽകുന്നു. ചില ഉപദേശങ്ങൾ ഇവിടെ പറയുന്നു. സുഖം തരുന്നതാണ് ധർമ്മം. കൊണ്ട് മാത്രമേ പ്രവൃത്തി ചെയ്യുവാൻ കഴിയുകയുള്ളൂ. രാജ്യത്തിൻ്റെ മഹത്വം ധനം കൊണ്ടുണ്ടാകുന്നതാണ്. രാജ്യത്തിൻ്റെ അഭിവൃദ്ധി ഇന്ദ്രിയങ്ങളുടെ മേൽ വിജയം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ടാണ്. എപ്പോൾ വിനയമാകുന്ന സമ്പത്തുണ്ടാകുന്നുവോ അപ്പോഴാണ് ഇന്ദ്രിയങ്ങളുടെ മേൽ വിജയമുണ്ടാകുന്നത്. വൃദ്ധന്മാരുടെ സേവനം കൊണ്ട് മാത്രമേ വിനയഭാവം ഉണരുകയുള്ളൂ. വൃദ്ധസേവ കൊണ്ട് യഥാർത്ഥമായ വിവേകമുണ്ടാകും. വിജ്ഞാനം കൊണ്ടാണ് രാജാവ് സ്വയം യോഗ്യനാവുക. തൻ്റെ കർത്തവ്യങ്ങൾ അറിയുന്ന രാജാവ് തന്നെയാണ് ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നത്. അഹിംസയാണ് നീതിയുടെ ലക്ഷണം. മാന്യനായ പുരുഷൻ തൻ്റെ ശരീരം മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നു. ജ്ഞാനികൾക്ക് ലോകത്തെപ്പറ്റി ഭയമുണ്ടാകുന്നില്ല. വിജ്ഞാനമാകുന്ന ദീപത്താൽ ലോകത്തെപ്പറ്റിയുള്ള ഭയം അകന്നുപോകുന്നു. എല്ലാം നശ്വരമാണ്. പാപപുണ്യങ്ങളുടെ ഹേതുവായ ശരീരം, കൃമി, മലമൂത്രം എന്നിവയുടെ പാത്രമാണ്. ജനനം, മരണം മുതലായവ ദുഃഖമാണ്. അതായത് ജനന മരണങ്ങളിൽ നിന്ന് മറുകര കടക്കുവാൻ പരിശ്രമിക്കണം.